ഞാനിവിടെ ചോദിക്കാൻ ഇന്നുള്ളത് ആറ്റിങ്ങലിലാണ്. ആറ്റിങ്ങലിൽ നമുക്ക് കാണാം ഓണത്തിരക്ക് രൂക്ഷമായി കഴിഞ്ഞു. റോഡിൽ തിരക്ക് വർദ്ധിക്കുമ്പോൾ പ്രധാനമായും പഴി കേൾക്കുന്ന ഒരു വിഭാഗമുണ്ട്, നമ്മുടെ സ്വകാര്യ ബസ്സുകളെ കുറിച്ചാണ്. സാധാരണക്കാരുടെ ഒരു ജനകീയ വാഹനമാണ് സ്വകാര്യ ബസ്സുകൾ. എന്നാൽ പലപ്പോഴും ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായാൽ പോലും എല്ലാവരും പഴി പറയുന്ന ഒരു വിഭാഗക്കാരെയാണ് ഈ സ്വകാര്യ ബസ്സുകൾ. പക്ഷേ എന്താണ് ഈ അമിത വേഗതയിൽ ഓടാനും മത്സര ഓട്ടം നടത്താനും ഒക്കെ കാരണം എന്താണ് അവർക്കും പറയാനുണ്ടാകും. അതാണ് ഞാനിവിടെ ചോദിക്കാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾ സ്ഥിരം കേൾക്കുന്ന കുറേ പരാതികളാണ് അമിത വേഗത, അതുപോലെ തന്നെ ഓവർടേക്കിംഗ് പ്രശ്നങ്ങൾ, മത്സര ഓട്ടം. എന്താണ് നമ്മളിങ്ങനെ മത്സര ഓട്ടം ഓടാനുള്ള കാരണം? മത്സര ഓട്ടം യഥാർത്ഥത്തിൽ ഇല്ല. മത്സര ഓട്ടം എന്ന് പറയുന്നത് ഇവിടെ പത്രക്കാരും മാധ്യമങ്ങളും സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം സ്പീഡ് ഗവർണർ വെച്ചിരിക്കുന്നത് 70 കിലോമീറ്ററിൽ കട്ടാവുക എന്നുള്ളതാണ്. ഈ ആറ്റിങ്ങ പട്ടണത്തിനെ സംബന്ധിച്ചൊരു 35-40 കിലോമീറ്റർ വേഗതയിലല്ലാതെ ഇവിടെ ഒരു സ്വകാര്യ വാഹനങ്ങൾക്ക് ഓടാൻ കഴിയില്ല. ആ രീതിയിലാണ് റോഡ്. ആ റോഡ് മാത്രമല്ല, റോഡിൻ്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ നിറയെ പാർക്കിംഗ് ആണ്. യാതൊരു മാനദണ്ഡവും ഇല്ലാതെ പാർക്ക് ചെയ്ത് പോവുകയാണ്. ബസ് വളരെ കഷ്ടിച്ചാണ് ഈ ബസ് സ്റ്റാൻഡിൽ വന്ന് കയറുന്നത്. അതുകൂടാതെ ഇപ്പോൾ 2 ബൈപ്പാസ്, ഒരു ബൈപ്പാസ് കൊല്ലമ്പുഴ വഴി ഭാഗത്തും ഒന്ന് ചിറയൻകീഴ് കൊടുമൺ വഴി ഭാഗത്തും പോകുന്നുണ്ട്. അവിടെ കറങ്ങി ഒരു 5 മിനിറ്റോളം എടുത്ത് കറങ്ങിയാണ് ബസ് സ്റ്റാൻഡിൽ കയറേണ്ടത്. അപ്പോൾ അത് പാലസ് റോഡ് 2 വേ ആയിരുന്നു, അതിപ്പോൾ ഓണം പ്രമാണിച്ച് 1 വേയും ആക്കി. ബസ് ജീവനക്കാർ വളരെ ബുദ്ധിമുട്ടാണ് ഈ സ്റ്റാൻഡിൽ വന്ന് ആളിനെ കയറ്റിക്കൊണ്ടു പോകാനായിട്ടുള്ള സൗകര്യം ഉണ്ടാകുന്നത്. അത് പല വണ്ടികൾക്കും സ്റ്റാൻഡിൽ കയറാനും പറ്റുന്നില്ല ഈ ഒരു ബുദ്ധിമുട്ട് കാരണം. ഈ ബുദ്ധിമുട്ട് പരിഹരിക്കുക എന്നുള്ള യഥാർത്ഥ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ പാലസ് റോഡിലെയും മറ്റ് ഈ ആറ്റിങ്ങ പട്ടണത്തിലെയും പാർക്കിങ്ങുകൾ, അനധികൃത പാർക്കിംഗ് കർശനമായി മാറ്റാനുള്ള നടപടികൾ ഇതുവരെയ്ക്കും ഇവിടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ നഗരസഭ ഭാഗത്തു നിന്നോ സ്വീകരിക്കുന്നില്ല. അത് സ്വീകരിക്കേണ്ടതാണ്. അത് സ്വീകരിച്ച് വന്നു കഴിഞ്ഞാൽ കൃത്യമായും ഈ വാഹനങ്ങൾക്ക് സുഗമമായി വരാനും ആൾക്കാർക്ക് ഫുട്പാത്ത് ഉണ്ട്, ആ ഫുട്പാത്തിൽ കൂടെ ആൾക്കാർക്ക് നടന്നു വരാനും കഴിയും. യാതൊരു കാരണവശാലും വാഹനാപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അതൊന്നും ഒരു ആസൂത്രണമില്ലായ്മയുടെ ഒരു ഇതുകൊണ്ടാണ് ബസ് ജീവനക്കാർ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. ബസ് ജീവനക്കാരെന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിക്ക് തൊട്ട് വൈകുന്നേരം ഒരു 8-9 മണി വരെ ഈ ജീവനക്കാർ ഈ വാഹനങ്ങളിൽ ജോലി ചെയ്യും. ചെറിയ വേതനത്തിനാണ് ജോലി ചെയ്യുന്നത്. 800 മുതൽ 1000 രൂപ വരെയാണ് ഇവർക്ക് ഇത് കിട്ടുന്നത്. ആ പൈസ കൊണ്ട് ജീവിക്കാൻ വരുന്നവരാണ്. ആ ജീവിക്കാൻ വരുന്ന തൊഴിലാളികൾക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അത് ഈ പ്രധാനപ്പെട്ട ഈ പാർക്കിംഗ് മൂലം ഉണ്ടാകുന്ന വാഹനം വരാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ അതിന് അവർക്ക് സ്ട്രെസ് കൂടും. അത് ഒഴിവാക്കിക്കൊണ്ട് വാഹനം സുഗമമായി ബസ് സ്റ്റാൻഡിൽ വന്ന് ആളെടുത്ത് പോകാനും അധികാരികൾ വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ്. കൂടാതെ പോലീസ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ബസ് ജീവനക്കാരുമായിട്ടും നമ്മുടെ ഇവിടെ ഈ ആറ്റിങ്ങ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുള്ള എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ഇപ്പോൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ബസ് ജീവനക്കാരും ഉണ്ടാക്കുന്നില്ല. പക്ഷേ പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ വാഹനം സുഗമമായിട്ട് ഈ ആറ്റിങ്ങ പട്ടണത്തിൽ വരാൻ കഴിയാത്തത് ഈ പാർക്കിംഗ് തന്നെയാണ്. ഈ ജോലിക്കാർക്ക് ജീവിക്കാൻ വേണ്ടി ആണ് ഇത് വരുന്നത്. അല്ലാതെ അവർ ഈ മറ്റ് യാത്രക്കാരെ ഇടിച്ചു കൊല്ലാനോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ ഇടിക്കാനോ ഒന്നും അല്ല വരുന്നത്. അങ്ങനെ ചെയ്താൽ അതിൻ്റെ ബുദ്ധിമുട്ട് ജോലിക്കാർ അനുഭവിക്കുന്നവർക്ക് നല്ല ബോധ്യമുണ്ട്. കഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റുന്ന തൊഴിലാളികൾക്ക് ഒരു മനസമാധാനത്തോടുകൂടി വണ്ടി ഓട്ടിക്കാനുള്ള ഒരു സാഹചര്യം അധികാരികൾ ചെയ്തു കൊടുക്കണമെന്ന്. പലപ്പോഴും വേറൊരു സംഭവം ഉണ്ടാവണം. നമ്മളിപ്പോൾ റോഡിൽ തന്നെ മറ്റ് വാഹന യാത്രക്കാരും അല്ലെ വാഹനത്തിലെ ഡ്രൈവർമാരുമായിട്ടൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് മറ്റു വാഹനങ്ങളിൽ. അപ്പം അത് മറ്റ് വാഹനങ്ങൾക്കുള്ള അവരുടെ ഒരു അറിവില്ലായ്മ കൊണ്ടാണ്. അത് എന്താണ് പ്രധാനമായിട്ട് അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യം? പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു വലിയ വാഹനത്തിൽ വന്നൊരു ചെറിയ വാഹനം തട്ടിയാൽ പോലും അത് വലിയ വാഹനത്തിൻ്റെ കുറ്റം ആരോപിക്കുകയാണ് ഇവിടുത്തെ മീഡിയയും പത്രക്കാരും. അവർ പരിധിവരെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ യഥാർത്ഥത്തിൽ ചെറിയ വാഹനങ്ങളോട് ആണ് അവർക്ക് ഒരു ഇത്. വലിയ വാഹനം എന്തോ ആൾക്കാരെ ഇടിക്കാൻ കൊണ്ടുവരുന്ന കണക്കാണ്. ഈ വലിയ വാഹനമായി പ്രൈവറ്റ് ബസ് സർവീസ് ഇവിടെ ഈ നിർത്തിവെക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. ആറ്റിങ്ങൽ ഭാഗം കേന്ദ്രീകരിച്ച് KSRTC തുച്ഛമായ സർവീസാണ് നടത്തുന്നത്. ഈ വിദ്യാർത്ഥികളെ ഈ ആറ്റിങ്ങൽ പട്ടണത്തിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ട്യൂഷൻ സെൻ്ററുകളും ഉണ്ട്. ഈ കുട്ടികളെ അത്രയും രാവിലെ
7 മണി മുതൽ 10 മണി വരെ ഇവിടെ കൊണ്ട് എത്തിക്കുന്നതും തിരിച്ച് 3 മണി മുതൽ വൈകുന്നേരം 6-6:30 മണി വരെ തിരിച്ചെത്തിക്കുന്നതും ഈ പ്രൈവറ്റ് ബസ് മേഖലയാണ്. ഈ മേഖലയിലുള്ളവരാണ് അതിനു വേണ്ടി ഇത് ചെയ്യുന്നത്. അത് ഈ കുട്ടികളുടെ രക്ഷകർത്താക്കളും മനസ്സിലാക്കേണ്ടതാണ്. ഈ പ്രൈവറ്റ് ബസ് വ്യവസായം ഇപ്പോൾ തന്നെ വളരെ ശോചനീയമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 35,000 ബസ് സർവീസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു മുമ്പ്. ഇപ്പോഴത് 5,000-6,000 ബസ് സർവീസായിട്ട് ചുരുങ്ങി. 1,00,000-ൽ പരം തൊഴിലാളികൾ പണിയെടുത്തിരുന്ന ഒരു മേഖലയായിരുന്നു. ഇപ്പോൾ അത് ഒരു 10-15,000 തൊഴിലാളികളായിട്ട് സംസ്ഥാനം ഒട്ടുക്ക് ചുരുങ്ങിയിരിക്കണം. മറ്റു മേഖലയിലേക്ക് ഈ തൊഴിലാളികൾ തൊഴിലില്ലാതെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോഴുള്ള ബസ് സർവീസെങ്കിലും നിലനിർത്തിയില്ല എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്നത് ഈ കുട്ടികൾക്കും ആ കുട്ടികൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും, അതുപോലെ തന്നെ അവരുടെ രക്ഷകർത്താക്ക് ഭീമമായ പൈസ കൊടുത്ത് ഓട്ടോയിലും മറ്റു വാഹനങ്ങളിലും കൊണ്ടാക്കേണ്ട ഗതികേടിലേക്ക് പോകും. അതും കൂടെ ഈ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും കൂടെ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ എത്ര വർഷമായിട്ട് ഈ ആറ്റിങ്ങൽ സ്റ്റാൻഡിലെ ബസ് ഓടുന്നത്? എത്ര വർഷമായിട്ട് ബസ് ഇപ്പോൾ ഒരു 10 ഡ്രൈവറല്ലേ? ഡ്രൈവറാണ്. ഡ്രൈവറും ഇപ്പം ഇവിടുത്തെ യൂണിയന്റെ ചുമതലയും ഇപ്പം ഡ്രൈവറായിട്ട് ഇപ്പം ജോലി ചെയ്യുന്നില്ല. ഈ റോഡിൽ ഇപ്പം ഇറക്കി വാഹനം ഓടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ പഴയ കണക്കല്ല, 1970 കാലഘട്ടങ്ങളിലുള്ള പെർമിറ്റുകളാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇതിൽ ഈ റോഡിന് വീതി കൂടിയിട്ടില്ല. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ വണ്ടികളെ പെരുപ്പം, നമ്മളെ വാഹനങ്ങളെ പെരുപ്പം കൂടിയിട്ടുണ്ട്. വാഹനങ്ങളെ പെരുപ്പം കൊണ്ട് ഇപ്പോൾ തന്നെ കുടുംബത്ത് ചെറിയ ആറ്റിങ്ങൽ കുടുംബത്ത് ചുരം കണക്കാണ് റോഡ് പണിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റാണ് നമുക്ക് റണ്ണിങ് ടൈമുണ്ട്. ഈ 15 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ഇവിടുന്ന് ഇറങ്ങി പോകുന്ന വണ്ടികളുണ്ട്, 15 മിനിറ്റ് ഓടിക്കയറുന്ന വണ്ടികളുണ്ട്. അതുകൊണ്ട് ഓടിയെത്താത്തൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതങ്ങനെ പഴയ കണക്കല്ല, ഇപ്പം വഴിയോര കച്ചവടങ്ങൾ കൂടിയിട്ടുണ്ട്. ഇപ്പം മീൻ കച്ചവടം തന്നെ അതണക്ക് തന്നെ. ഇതൊന്നും ചെയ്യേണ്ടതെന്നല്ല നമ്മൾ പറഞ്ഞത്, ചെയ്യാം. റോഡൊന്ന് ഒതുക്കിയെടുത്തി ഇപ്പം ബാക്കിൽ നമുക്ക് ബസ് കയറിയിരിക്കും. അപ്പം ഫ്രണ്ടിൽ നിന്ന് ബൈക്കുകാർ എന്ത് ചെയ്യും? പെട്ടെന്ന് നല്ല മീൻ കാണാൻ നമുക്ക് ചവിട്ടുമ്പോഴത്തേക്ക് ഈ ബസ്സുകാരെ വലത്തോട് പിടിക്കാൻ മറന്നു വരുന്ന ഓട്ടോയായിരിക്കും തട്ടും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കാം. അപ്പം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ആദ്യം ചെയ്യേണ്ടത് ഈ വഴിയോര കച്ചവടങ്ങൾ കൂടെ അകത്തോട്ട് ഒതുക്കി നിർത്തി ചെയ്യണം. അത് നമ്മൾ ഏറ്റവും ചെയ്തു തരേണ്ട കാര്യമാണ്. നമ്മുടെ ഈ KSRTC ബസ്സുകൾ, നമ്മളെ പ്രൈവറ്റ് ബസ്സുകൾക്ക് ഇടയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ KSRTC ബസ്സുകളുടെ ഒരു മത്സരം ഒക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യം. നമ്മുടെ ഈ പ്രാദേശിക ആറ്റിങ്ങൽ കണക്കുള്ള ഒരു പട്ടണത്തിൽ ഇവിടെ ബാക്കിയുള്ള നമ്മുടെ ഈ വാവനപുരം, അങ്ങനെ ചെറിയകിഴ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. ഈ സ്ഥലങ്ങളിൽ ഈ വർഷങ്ങളായിട്ട് പ്രൈവറ്റ് ബസ് മാത്രമാണ് ഉള്ളത്. ഇവിടെ വേറെ KSRTCക്കൊന്നും വലുതായിട്ട് ഓടി വരാൻ കഴിയില്ല. ഇവിടെ ആറ്റിങ്ങൽ തന്നെ, ആറ്റിങ്ങൽ പട്ടണത്തിൽ ആൾ വരണമെങ്കിൽ തന്നെ ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു നാടി നരമ്പുണ്ട്. പ്രൈവറ്റ് ബസ് ഓടിയില്ലെങ്കിൽ ആറ്റിങ്ങൽ പട്ടണം ഒരു ദിവസം നിങ്ങൾ നോക്കിയാൽ ഒരു പണി മുടക്ക്, പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു പണി മുടക്ക് വരുന്നതിൻ്റെ അത് നോക്കിയാൽ മതി. ഒരാളും ആറ്റിങ്ങൽ പട്ടണത്തിൽ കാണില്ല. വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ബാധിക്കുന്ന ഒരു സംഭവമാണ് ഈ മേഖല. നമുക്കിപ്പോൾ ഈ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാവട്ടെ, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഈ ബസ്സിന്റെ ജീവനക്കാരുമായിട്ടുള്ള പൊതുജനങ്ങളുടെ സമീപനം എങ്ങനെയാണ്? അത് നമുക്ക് കുറച്ച് നല്ല എല്ലാ മേഖലയും നിങ്ങളെ ഈ ചാനലിൽ തന്നെ നല്ല ആൾക്കാരുണ്ട്. നമ്മളെ കുറിച്ച് ഇവിടെ വന്ന് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രാദേശിക വിഷയം ഇതുവഴിയുള്ള ബസ് സർവീസ് നടത്തിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു വിഷയം നടന്നു. അതിൽ വെറുതെ ചാനൽ, ഇവിടുത്തെ ഓൺലൈൻ ചാനലിൽ നിന്ന് നമ്മുടെ ഈ പ്രൈവറ്റ് മേഖലയെ അധിക്ഷേപിച്ചുകൊണ്ട് ചാനലുകാർ ഇവിടെ ന്യൂസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ മേഖലയിലും കുഴപ്പക്കാരുണ്ട്, എല്ലാ മേഖലയിലും ഇപ്പോൾ പോലീസിൽ കുഴപ്പക്കാരുണ്ട്, എല്ലാ മേഖലയിലും കുഴപ്പക്കാരുണ്ട്. ഇത് കണക്ക് തന്നെ പ്രൈവറ്റ് ബസ് മേഖലയിലും ഇതിൽ കുഴപ്പക്കാരെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു നല്ല പ്രൈവറ്റ് ബസ് തൊഴിലാളികളുണ്ട്. ഇപ്പം എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറി വരും, മാറ്റമാണല്ലോ ഏറ്റവും വരും. ഈ സെക്കൻഡുകൾ, മിനിറ്റുകൾ എന്നൊക്കെ പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് ഈ സ്വകാര്യ ബസ്സുകൾക്ക്. കാരണം സെക്കൻഡുകൾ, 2 മിനിറ്റ്, 1 സെക്കൻഡ്, ഇപ്പോൾ സമയം നോക്കിയാണ് പലപ്പോഴും ബസ് ഡ്രൈവർമാർ വാഹനം കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ സമയത്തിൽ അല്ലെങ്കിൽ ഈ ബസ് ഈ അമിത വേഗത എന്നൊക്കെ പറയുമ്പോൾ ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രാധാന്യം ഉണ്ടായതാണ്. ഈ നൂറ്റാണ്ടുകളുടെ ഒരു കാലഘട്ടപ്പെട്ട ടൈം ഷീറ്റിലാണ് ഇന്നും ഓരോ പാവപ്പെട്ട ബസ് ജീവനക്കാരൻ ഇത് നടത്തിക്കൊണ്ടുപോകുന്നത്. ഇത് നടത്താൻ പറ്റാത്ത ഒരു കാര്യം, അത് അവൻ്റെ ജീവിതത്തിൽ വേറൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് അവർ ജോലിയായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ സമയം അനുവദിച്ചിരിക്കുന്നത് ഈ ബസ്സിൻ്റെ ഉടമയോ ആ തൊഴിലാളിയല്ല. അപ്പോൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു സമയം അനുവദിച്ച് കൊടുത്തിട്ട് അത് ചെയ്യാൻ പറയുന്ന ആ ആളാണോ കുറ്റക്കാരൻ, ചെയ്യുന്ന ആളാണോ കുറ്റക്കാരൻ? ഈ റോഡിൽ തർക്കമുണ്ടായ കാര്യം എന്താണ്? നൂറ്റാണ്ടുകളായിട്ട് കാലഹരണപ്പെട്ട് സമയം വെച്ചാണ് ഇന്നും ബസ് സർവീസ് നടത്തുന്നത്. അതൊരിക്കലും നടത്താൻ പറ്റില്ല. ഈ റോഡിൽ വരുന്ന യാതൊരുവിധ മാറ്റങ്ങളും ഈ സമയത്തിൽ ചേഞ്ച് വരുത്തിയിട്ടില്ല. ഇത് നമ്മളെ കച്ചേരികളിൽ തന്നെ ഒരു ട്രാഫിക് സിഗ്നൽ വെച്ചിട്ടുണ്ട്, 2 മിനിറ്റ് സിഗ്നൽ വെച്ചിട്ടുണ്ട്. ആ 2 മിനിറ്റ് ബസ് അവിടെ കിടക്കുമ്പോൾ അത് എങ്ങനെ ഓടിയെത്തുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
ഇതാണ് തർക്കം. അല്ലാതെ ഇതിനൊന്നും കൃത്യമായ ഒരു കൂടിയാലോചന ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. കൂടിയാലോചന ഉണ്ടാകുന്നു. എല്ലാ ഉദ്യോഗസ്ഥരും അവരുടെ സൗകര്യം മാത്രമാണ് നോക്കുന്നത്. ഈ സാധാരണക്കാരുടെ യാത്രാമാർഗമായ ബസ്സിന് എന്ത് ബുദ്ധിമുട്ടാണോ ഒരു ഉദ്യോഗസ്ഥരും ചിന്തിക്കാറില്ല, അതിന് പരിഹരിക്കാറില്ല. ഈ കച്ചറയിൽ 2 മിനിറ്റ് ഇപ്പോൾ ഒരു ബസ് നിർത്തിയിടുമ്പോൾ ആ 2 മിനിറ്റ് അടുത്ത സ്ഥലത്ത് ഓടിയെത്താൻ വേണ്ടി ആ ഡ്രൈവറുടെ മാത്രം ഉത്തരവാദിത്വമാണ്. ആ കുറവ് വരുമ്പോഴാണ് പറയുന്ന വണ്ടിക്കാരെ വന്ന് തർക്കം ഉണ്ടാക്കുന്നത്. നിന്റെ വണ്ടി എന്ത് അപ്പം അവർ സിഗ്നലിൽ കിടന്നാൽ കേൾക്കൂല. ഈ തർക്കം വഴക്കുണ്ടാക്കുന്നതിനാണ്. അപ്പം ഈ കുറ്റം മാത്രമാണ് അവരെ വണ്ടി ചാർജ് കൊടുക്കുന്നത്. കുറ്റം ഉണ്ടാകുന്ന കാരണം എന്താണെന്ന് ആരും റെക്ടിഫൈ ചെയ്യുന്നില്ല, അതാരും മാറ്റി. ഇത് ഒന്നിനും മാത്രമല്ല. നമ്മളിപ്പോൾ ഈ സമയം ടൈം ഷീറ്റ് പൊളിച്ചിടാനായിട്ട് കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും ഇവർ ചെയ്യാത്തതാണ്. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ റൂട്ടിലുള്ള കിലോമീറ്റർ. ഇപ്പോൾ ആറ്റിങ്ങൽ ചിറയൻകീഴ് എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓടിയെത്താനുള്ള ദൂരമല്ല, ദൂരം കുറവാണ്. 1 കിലോമീറ്റർ 2.5 മിനിറ്റ് വെച്ചാണെങ്കിൽ അതിനുള്ള സമയമാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഓടുന്ന ദൂരം അതിലും കൂടുതലാണ്. ഈ ആറ്റിങ്ങൽ പക്കം എന്ന് പറഞ്ഞാൽ 8 കിലോമീറ്റർ 20 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓടുന്ന ദൂരം 10 കിലോമീറ്ററാണ്. ആറ്റിങ്ങൽ കല്ലമ്പല വർക്ക് 18 കിലോമീറ്റർ 45 മിനിറ്റ് കൊടുക്കും. ഓടുന്നത് 20 കിലോമീറ്ററാണ്. ആറ്റിങ്ങൽ കിലോമീറ്റർ 30 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. 12 കിലോമീറ്റർ. ഓടുന്ന 14 കിലോമീറ്ററാണ്. വെഞ്ഞാറമൂട്. അങ്ങനെ ഓരോ റൂട്ടിലും 2-3 കിലോമീറ്റർ അധികമായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ്? ഈ 50-60 വർഷങ്ങൾക്ക് മുമ്പ് വന്ന റൂട്ടല്ല ഇന്നുള്ളത്. പക്ഷേ അവരുടെ ഫയലിൽ അവർ മാറ്റം വരുത്തുന്നില്ല. മാറ്റം വരുത്താനാണ് RTO ഉദ്യോഗസ്ഥർ. ആ RTO ഉദ്യോഗസ്ഥർ അവർ ജോലി ചെയ്യാത്തത് കൊണ്ടാണ് ഈ മാറ്റങ്ങൾ RTA ബോർഡിൽ എത്താത്തത്. ഇപ്പോൾ ഒരു ബസ് സ്റ്റാൻഡ് വന്നു കഴിഞ്ഞാൽ ആ ബസ് സ്റ്റാൻഡ് വരെ എത്ര ദൂരം, അതിന് എത്ര സമയം വേണം, അതിന് എത്ര ഫെയർ ചേഞ്ച് വേണം, അത് റിപ്പോർട്ട് കൊടുക്കേണ്ട ഉദ്യോഗസ്ഥരാണ്. അല്ല, അതിന് വേറെ കാര്യം കൂടെ പറയുമ്പോൾ നമുക്ക് ആറ്റിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു ബസ് സ്റ്റാൻഡ് തന്നെ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ബസ് സ്റ്റാൻഡാണ്. മാത്രമല്ല അന്നും പണ്ട് ഈ ബസ് സ്റ്റാൻഡൊക്കെ സ്ഥാപിക്കുണ്ടായിരുന്ന സമയത്ത് ഇവിടെ എത്ര ബസ് സർവീസ് ഉണ്ടായിരുന്നു, ഇന്ന് എത്ര സർവീസ് ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു അന്തരം മനസ്സിലാവും. അതെങ്ങനെയാണ് ഈ ബാധിക്കുന്നത്? അല്ലെ, അന്ന് ഈ ബസ് സ്റ്റാൻഡ് തുടങ്ങിയപ്പോൾ 40-50 ബസ് ഉണ്ടായിരുന്നു. ഇന്ന് 300 ബസ് നടത്തുന്ന ഒരു ബസ് സ്റ്റാൻഡാണ്. ഇത്രയും മാറ്റം ഉണ്ടായിട്ട് പോലും മുനിസിപ്പാലിറ്റി ഇതിനകത്ത് ഒരു ബങ്ക് കട വെച്ചിട്ട് അതിന്റെ വാടക മേടിക്കാനാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇതിനൊരു വികസനം. കഴിഞ്ഞൊരു ബോർഡിൽ കളക്ടർ വന്നിട്ട് ഇത് പൊളിച്ചിട്ട് പുതിയതായിട്ട് കെട്ടാന്ന് പറഞ്ഞു. ഇപ്പൊ ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ട് കെട്ടി അടച്ചൊരു ബസ് സ്റ്റാൻഡ് ഇത് മാത്രമേ ഉള്ളൂ. ഈ കേരളത്തിൽ വേറെ ഇല്ല. ബാക്കി എല്ലാവരും ഫ്രണ്ട് ബസ് കയറാൻ ഓപ്പൺ ആണ്. ഇതിനകത്ത് സ്ഥലങ്ങൾ കുറയ്ക്കുകയല്ലാതെ ഒരു സെന്റ് പോലും കൂട്ടാൻ തയ്യാറാകുന്നില്ല. വണ്ടി പാർക്ക് ചെയ്യേണ്ടടുത്ത് തട നടത്തുന്നു, വണ്ടി കൊണ്ട് റോഡിൽ വയ്ക്കും. പിന്നെ അങ്ങനെ ശരിയാവും. ഇതിന്റെ തൊട്ടപ്പുറത്ത് നല്ലൊരു ബിൽഡിംഗ് ഉണ്ട്, ആൽസഫ എന്ന് പറയുന്നത്. അതിന്റെ കൺമുന്നിലാണ് ഇപ്പോൾ ഗ്രില്ല്, ഫുട്പാത്ത് വരെ ഇപ്പോൾ ഗ്രില്ലടിച്ച് കടാക്കിയിട്ടുണ്ട്. ഇത് തന്നെ എല്ലാവരും ചെയ്യുന്ന പാർക്കിംഗ് ഏരിയകളില്ല. ബിൽഡിംഗ് റൂളിന്റെ വയലേഷനാണ്. 3 മീറ്റർ എന്ന് വെച്ചാൽ പാർക്ക് ചെയ്യാൻ വേണ്ടി സ്ഥലം ഇടണം. ആ പാർക്ക് ചെയ്യുന്നപ്പോൾ എല്ലാവരും റോഡ് പാർക്കിംഗ് ആയിട്ട് എടുത്തിട്ട് കടകൾ പാർക്കിംഗ് സ്ഥലം കടാക്കിയേക്കാണ്. ഇത് A to Z സംവിധാനത്തിന്റെ കുഴപ്പമില്ല. അല്ലാതെ ബസ് ഓടിക്കുന്ന ഒരു ജീവനക്കാരൻ്റെ ഒരു കുഴപ്പമില്ല. ആളുടെ ജോലിയാണ് ചെയ്യുന്നത്. ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട ആരാണ്? ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അവൻ്റെ ജോലിയാണ്, ഒരു സേവനമാണ്. അതിനെ കൂലി മേടിക്കുന്നു. ഇനി നമുക്ക് വേണ്ടി സേവനം ചെയ്യാനായിട്ടാണ് വിവിധ സംവിധാനങ്ങൾ. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ. അതിനാണ് നാടിന്റെ പൊതുജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള റോഡ്. ആ റോഡിൽ പബ്ലിക്കിനെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ബസ്സാണ്. ഈ ബസ്സിന് എന്തെങ്കിലും പ്രയോറിറ്റി ഉണ്ടായിട്ടാ? ഇല്ല. ഈ ബസ്സിൽ പോകണമെന്ന് വെച്ചാൽ കൂലിക്കാരന റോളാണ് എല്ലാവരെയും കാണുന്നത്. അവനൊരു സാധാരണ ജീവനക്കാരനാണ്, സാധാരണ ജോലിക്കാരനാണ്. 50 പേരെ 50 സ്ഥലത്ത് എത്തിക്കുന്ന ഒരാളാണ്. 50 പേരുടെ ഒരു ജീവിത മാർഗ്ഗമാണ്. പലപ്പോഴും ഈ ഒരു സംസാരം അല്ലെങ്കിൽ ഈ പറച്ചിലകളൊക്കെ കൊണ്ട് തന്നെ നമ്മൾ ഈ ബസ്സിനെ കാണുമ്പോൾ ഒരു ആളൊക്കെ വലിയ സംഭവം ഈ ഒരു കൺസെപ്റ്റിലോട്ട് ഇത് എല്ലാവരുടെയും തെറ്റിദ്ധാരണ. ഞാൻ പറഞ്ഞില്ല, ഒരു 50 വ്യക്തികൾ ഒരു കാറിനെയല്ല ആശ്രയിക്കുന്നത്, ഒരു ബസ്സിനെയാണ് ആശ്രയിക്കുന്നത്. ആ ഒരു ബസ് കൃത്യസ്ഥലത്ത് എത്തുമ്പോൾ 50 ആൾക്കാരുടെ 50 കാര്യങ്ങളാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന ഏത് കാര്യമുണ്ട്? ഒരു സർക്കാർ ഓഫീസിൽ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യും അത്രയും വലിയ കാര്യം. 50 പേരെ കാര്യം ചെയ്യും. ഒരു ബസ് ഡ്രൈവർ എന്ന് വെച്ചാൽ ആ ഇരിക്കുന്ന 50 പേരുടെ കാര്യം അവൻ കൃത്യമായിട്ട് എത്തിച്ചാലാണ് നടക്കുന്നത്. അതിന് വേണ്ടിയുള്ള എന്ത് സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത്? റോഡിൽ ഏതെങ്കിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പേപ്പർ എഴുതി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് സർക്കസുകാരൻ്റെ അഭ്യാസം കണ്ട ഒരു ഡ്രൈവർ ഈ ബസ് ഓടിക്കേണ്ടി വരുന്നത്. അങ്ങനെയാണല്ലേ? ഈ ബസ്സിലെ കണ്ടക്ടറാണ്. എത്ര വർഷമായിട്ട്? 10-13 വർഷമായി. എന്താണ് ഈ ബസ് മേഖലയെ കുറിച്ചുള്ള അഭിപ്രായം? ബസ് മേഖല പൊതുവെ സാധാരണ ആളില്ല. ഒന്നാമത്തെ കാര്യം ആളില്ല. പിന്നെ ഈ റോഡിൻ്റെ അവസ്ഥ, അതായത് ചിറയൻകീഴ് ആറ്റിങ്ങൽ വരുമ്പം രാമചമ്പള അവിടെയൊക്കെ പുതിയ ബൈപ്പാസിൻ്റെ അവിടെയൊക്കെ കയറി വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഒരു ഓട്ടോ ഫ്രണ്ടിൽ നിന്ന് പോയാൽ പിന്നെ വണ്ടി അവിടെ വെച്ച് ലോഡിട്ട് പിന്നെ എന്നിട്ടാണ് കയറേണ്ടി വരുന്നത്. അപ്പോൾ ബസ്സിലെ യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും എല്ലാവർക്കും അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ സ്റ്റാൻഡിൽ എന്ന് പറയുന്നത്, ഈ സ്റ്റാൻഡിൻ്റെ അവസ്ഥ ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം പൊതുവെ കട്ടർ കാര്യങ്ങളൊക്കെയാണ്. അല്ല, ഈ ബസ് ഒരു കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഒരു ബസ്സിനെ തന്നെ നിയന്ത്രിച്ച് അതിന്റെ സർവീസ് കൊണ്ടുപോകുന്ന ആളാണ്. അപ്പൊ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സർവീസ് ഇപ്പൊ നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള ബുദ്ധിമുട്ടാണ്. ഒരുവിധം ഈ ഓണക്കാലമായിട്ട് തിരക്കാകുമ്പോൾ ഇപ്പോൾ വൺ വേ അടയ്ക്കുമ്പോൾ ഈ വണ്ടികൾ കച്ചേരിയുടെ വഴിയാണ് കറങ്ങി വരേണ്ടത്. ഇപ്പം ബ്ലോക്ക് കാര്യങ്ങൾ
അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ഒരു വണ്ടിയുടെ ട്രിപ്പ് പൊട്ടും, ആകെ 14 മിനിറ്റ്. ചിറങ്ങി ആറ്റിങ്ങിലൊക്കെ 2 മിനിറ്റ് 3 മിനിറ്റ് ഗ്യാപ്പിലാണ് ഓരോ വണ്ടി ഓടുന്നത്. ഇതിൽ പാലസ് റോഡ് വഴി കയറി വരുമ്പം പൊട്ടാതെ നമുക്ക് വരായിരുന്നു. ഇപ്പം അതുമില്ല. ഇന്നലെ തന്നെ ഒരു ആക്സിഡൻറ്റ് ഇവിടെ കച്ചിരയിൽ നടന്ന് ഫുള്ള് വീരളം വരെയും ബ്ലോക്കായിരുന്നു. അപ്പം നമുക്ക് 2 ട്രിപ്പ് പൊട്ടുകയൊക്കെ ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ 2 ട്രിപ്പ് പൊട്ടാതെ 2 ട്രിപ്പ് മുടങ്ങിപ്പോകും. അപ്പം പിന്നെ കാലിക്ക് ഇവിടെ വന്നിട്ട് വണ്ടി വീണ്ടും റിട്ടേൺ ചിറങ്ങിട്ട് പോവുക. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പാർക്കിങ്ങിനെ കുറിച്ച് പറയുമ്പം ഈ വ്യവസായ സ്ഥാപനങ്ങളിൽ വരുന്ന വാഹനങ്ങളുടെ മാത്രമല്ല, ഇവിടെ ഈ ഹാൾട്ട് ചെയ്യേണ്ട സ്വകാര്യ ബസ്സുകൾ പകൽ സമയങ്ങളിൽ പാർക്കിംഗ് വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ മാനേജ് ചെയ്യുന്നത്? ഈ ബസ് സ്റ്റാൻഡിനകത്ത് ബസ് ഇടാത്ത ഏക കേരളത്തിലെ സ്ഥലം ഏതെന്നറിയാമോ? ബസ് സ്റ്റാൻഡിനകത്ത് ബസ് ഇടാത്ത അറിയാമോ? ആറ്റിങ്ങൽ. ഈ KSRTCക്ക് ഏക്കർ കണക്കിന് സ്ഥലം അവിടെ കിടക്കുകയാണ്. അതിൻ്റെ പിറകിൽ ഉപയോഗമില്ലാത്ത സ്ഥലം കിടപ്പുണ്ട്. എന്തുകൊണ്ട് ഇത് വികസിപ്പിക്കാൻ പറ്റുന്നില്ല? ഒരു വർഷത്തിൽ ഒരു 10-20 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ളതാണ്. 20 ലക്ഷത്തിൽ കൂടുതൽ. ഇപ്പം ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് ടാർ ചെയ്തിട്ട് ഇപ്പോൾ 8 വർഷമായി. വർക്കല ബസ് സ്റ്റാൻഡ് അതിനിടയ്ക്ക് 2 പ്രാവശ്യം ടാർ ചെയ്തു. ഇപ്പോൾ വർക്കല ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വരുമാനം കുറവാണ്, പക്ഷേ അതിനിടയ്ക്ക് 2 പ്രാവശ്യം ടാർ ചെയ്തു. ഇപ്പോൾ ഇവിടുത്തെ ഈ റോഡ് കിടക്കുന്ന അവസ്ഥ എന്താ? ഇവിടെ ഒരു സ്റ്റാൻഡ് ഫീ ആയാലും മൂത്രപ്പുര ആയാലും ലേലം വിളിച്ചു കൊടുക്കുന്ന വളരെ വലിയ തുകയ്ക്കാണ്. അല്ല, നമ്മൾ ഈ ഇവിടുത്തെ 18 സമയങ്ങളിൽ ബസ് എവിടെയാണ് ഇതും കണ്ട സ്ഥലത്തെല്ലാം കൊണ്ട് പാർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി വരുമാന മാർഗ്ഗം മാത്രമായിട്ടാണ് ഉദ്യോഗസ്ഥർ കാണുന്നത്. അതല്ലാതെ ഇവിടെ സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യാനും തയ്യാറാകുന്നത്. ഇപ്പം ഇവിടെ തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ടെന്ന് ഇവിടുത്തെ കടക്കാർക്ക് മാത്രമേ നിർബന്ധമുള്ളൂ. ബസ്സിന് ഓടിയെത്താൻ പറ്റാത്ത രീതിയിൽ നല്ലൊരു സൗകര്യം ഇവിടെ കൊടുത്താലും വണ്ടി പാർക്ക് ചെയ്യുള്ളൂ. അവിടെ എങ്ങോട്ട് മാറ്റിയാലും അങ്ങോട്ടുള്ള കിലോമീറ്ററിൻ്റെ വണ്ടി ഓടാൻ സൗകര്യം കൊടുക്കുക. ഇപ്പം എവിടെ ബസ് സ്റ്റാൻഡ് വന്നാലും അവിടെ ചുറ്റോടുള്ള ബിസിനസ് ഡെവലപ്പ് ആകും. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് കടക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടോ? ആൾക്കാർക്ക് എന്തൊരു ബുദ്ധിമുട്ട്? ബസ് 1 കിലോമീറ്ററോളം ഇപ്പം തന്നെ ഈ സ്റ്റാൻഡിൽ വരുന്ന വണ്ടികൾ 1 കിലോമീറ്റർ കാലി ഓടിപ്പോയാണ് മാമത്തും അവിടെ കൊണ്ടിട്ടേക്കുന്നത്. അവിടെ വരെ പെർമിറ്റ് കൊടുത്താൽ ആൾക്കാർ യാത്ര ചെയ്യില്ലേ? ഇപ്പം ഇവിടെയാണ് വണ്ടി ഇടുന്നതെങ്കിൽ ഇത് ആവശ്യം. ബസ് ഇവിടെ വന്ന വണ്ടി കണ്ട സ്ഥലത്ത് വെറുതെ പോകണ്ട. അത് ഡീസൽ ചെലവല്ലേ? ഉപയോഗപ്രദമുള്ള രീതിയിൽ നല്ലൊരു സ്ഥലം കണ്ടെത്തി വെച്ച് വികസിപ്പിക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണ്. അവർ മേടിക്കുന്ന ശമ്പളത്തിനോട് അവർ കാണിക്കേണ്ട കൂടാണ്. ഇവർ കൃത്യമായിട്ട് ഇപ്പം പെറ്റി അടയ്ക്കാൻ വേണ്ടി മാത്രം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കറക്റ്റാണ്. നാട്ടുകാരെ പിഴിയുക എന്നുള്ളതല്ല, വേറെ എന്താ ചെറിയ ചെറിയ കുറ്റങ്ങൾക്ക് വരെ ഫൈൻ അടയ്ക്കാനുള്ള ക്യാമറ കൊണ്ട് എല്ലാ ഉദ്യോഗസ്ഥരും തയ്യാറാണ്. അല്ലാതെ വലിയ വലിയ അനാസ്ഥകൾ PWയുടെ ഒരു അനാസ്ഥയാണ് ആ ഫ്രണ്ടിൽ കാണുന്നത്. ഒന്ന് നോക്കിയാണ് ആ കടയിലോട്ട് വണ്ടി കയറാനുള്ള വഴികൾ ഏകദേശം തറയുന്ന 1 അടിയോളം പൊക്കത്തിൽ ഓട ഉണ്ടാക്കി. അപ്പോൾ ആ കടയിലോട്ട് വണ്ടി കയറാൻ പറ്റത്തില്ല. പകരം എന്താണ് ആ വണ്ടികളെല്ലാം കൂടി വാഹനം. അതിന് ഏറ്റവും കൂടുതൽ അസുഖം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഉദ്യോഗസ്ഥരുടെ കഴിവുകേട്, അനാസ്ഥ, അശ്രദ്ധ. ഈ ടെസ്റ്റ് എഴുതി ശമ്പളം മേടിക്കുന്നല്ലാതെ ഇതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യം ഇല്ലാത്തവരാണ്. ഈ പേപ്പർ വർക്കല്ല ചെയ്യേണ്ടത്. റോഡിൽ എന്താണ് നടക്കുന്നത്, റോഡിൽ എന്താണ് മാറ്റങ്ങൾ, അത് ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റം വരുത്താൻ കുറച്ച് ചിന്തിച്ചാലും ശ്രമിച്ചാലും നടക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ല നടക്കാത്ത കാര്യമൊന്നുമില്ല. ഇവരാരും ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം തീരാത്തത്. എന്താണ് ബുദ്ധിമുട്ട് നിങ്ങൾ ഈ വണ്ടി റോഡിലോട് ചെയ്യുന്നത്? റോഡ് ഓടിക്കാൻ 2 സൈഡിലും ഭയങ്കര കച്ചവടം. അതിനിടയ്ക്ക് വണ്ടി പാർക്ക് ചെയ്തു. ഇതിനിടയ്ക്ക് നമ്മൾ ഓവർ സ്പീഡിൽ പോകണം. ഇതിനിടയ്ക്ക് ഇവിടെ ഓവർ സ്പീഡിൽ പോകാൻ പറ്റുന്നത് നമുക്ക് സമയത്ത് ഓടി സ്റ്റാൻഡിൽ കയറാൻ പറ്റുന്നില്ല. നിങ്ങൾ ഓവർ സ്പീഡിൽ പോകുന്നുണ്ട്, മത്സരം നടത്തുന്നൊക്കെയാണ് ഇവിടെ. ഈ റോഡിൽ എങ്ങനെ ഓവർ സ്പീഡിൽ പോകാൻ പറ്റും? 60 കട്ടാവുന്ന വണ്ടിയുണ്ട്, എല്ലാ സ്പീഡ് കൊണ്ടുള്ള വണ്ടി 60 കട്ടാവുന്നു. വണ്ടി ഓടി പോകാനുള്ള സ്പേസ് വേണ്ട, ഇവിടെ വന്ന് കയറാനുള്ള സ്പേസ് വേണ്ട. ചേട്ടത്തിൻ്റെ അപ്പം ഇവിടെ നോക്കിക്കൊണ്ടത് അറിയാൻ പറ്റും. അപ്പുറം 2 സൈഡിലും പാർക്ക് വെച്ചത് ബൈക്കുകളുണ്ട്. ബൈക്കുകാരന്മാരെ കാരണം നോക്കിയില്ലേ വണ്ടി തട്ടും. ആര് ചോദിച്ചാൽ ബൈക്ക് പോകണം, തീർപ്പാണ്. ഇതിന്റെ കയറി ഓടിച്ച് പോകുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോഴും കറക്റ്റായിട്ട് പോകുന്നുണ്ട്, അതെ മുടങ്ങുന്നുണ്ട്. സമയത്ത് ഓടി കയറാൻ പറ്റുന്നില്ല നമുക്ക്. ഭയങ്കര ബ്ലോക്കല്ലേ? എല്ലാ തവണയും ഓണം വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്കിൽ ഇവിടെ നിന്ന് വണ്ടി വളഞ്ഞു പോകുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറെ വണ്ടികൾ വന്ന് വളഞ്ഞു പോകുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റാൻഡ് പിടിക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ 2 മിനിറ്റിലാണ് വന്നത്. അവിടെ ഒരു 4 മിനിറ്റ് കളഞ്ഞിട്ടാണ് വരുന്നത്. അതാണ് ഇവിടെ ഇനി 2 മിനിറ്റേ ഉള്ളൂ. ഈ 2 മിനിറ്റ് എങ്ങനെ അവിടെ കളഞ്ഞാണ് വന്നത്? 4 മിനിറ്റ്. ഞാറമുട്ടം എടുത്തിട്ട് ഓടി വന്നാൽ പോലും ആറ്റിങ്ങ പിടിക്കാൻ പറ്റുന്നില്ല. അത്ര തിരക്കാണ് റോഡിൽ. എല്ലാം ഒരുപാട് ട്രിപ്പ് കട്ടായി. ഭയങ്കര ബുദ്ധിമുട്ട്. വണ്ടി വന്ന് കയറാനും ഇപ്പോൾ ചിറങ്ങിൽ നിന്നൊക്കെ വരാനായിട്ട് ഇവിടെ മൊത്തം പണി കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് വരുമ്പോൾ 15 മിനിറ്റാണ് റണ്ണിങ് ടൈം വന്നിട്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓടിക്കയറാൻ ഒരു കാരണവശാലും പറ്റും. ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ ഈ റോഡ് സൈഡിലുള്ള ഈ പാർക്കിംഗ് ആണ്. ഈ പാർക്കിംഗ് പറഞ്ഞാൽ ഈ 2 വണ്ടി നമുക്ക് എന്തായാലും 15 മിനിറ്റ് കൊണ്ട് കച്ചേരി വഴി കറങ്ങി വരാൻ പറ്റത്തില്ല. 2 മിനിറ്റാണ് അവിടെ സിഗ്നലിൽ തന്നെ കിടക്കുന്നത്. നമ്മൾ പൊതുവെ ജീവനക്കാരൊക്കെ മൊത്തത്തിൽ ഇപ്പോൾ ദുരിതമാണ് സത്യം പറഞ്ഞത്. ഓരോരുത്തരും ചിറങ്ങിൽ നിന്ന് എടുത്താൽ ഇവിടെ ആറ്റിങ്ങയിൽ നമുക്ക് ആളെടുക്കാൻ പറ്റില്ല. നമ്മുടെ സമയം കഴിയും, നമുക്ക് ആളെടുക്കാൻ പറ്റാതെ പിന്നെ നമ്മൾ കാലിക്ക് അങ്ങേറ്റം വരെ പോകണം. മൊത്തത്തിൽ ഇതാണിപ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റാൻഡിൻ്റെ അവസ്ഥ. ഈ ബുദ്ധിമുട്ടുള്ള കാരണം ഈ സ്വകാര്യ ബസ്സുകൾ തമ്മിൽ തന്നെ നിങ്ങൾ സംഘർഷം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവും അല്ലേ? ഉറപ്പായിട്ടും അങ്ങനെ വരും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം കഴിഞ്ഞാൽ എനിക്ക് ആളെടുക്കാൻ പറ്റത്തില്ല. എൻ്റെ ബാക്ക് വണ്ടിയുടെ സമയമാവുകയാണ്. അവൻ ഇപ്പം ഞാനിപ്പോൾ ചിറങ്ങിൽ എന്ന് പറഞ്ഞാൽ അടുത്ത കല്ലമ്പലം വർക്കല എന്ന് പറഞ്ഞവനാണ്. അപ്പോൾ അവനും ഇതേ അവസ്ഥയാണ് വരുന്നത്. കച്ചയുടെ ജംഗ്ഷനിലെ ബ്ലോക്ക് കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് എങ്ങനെയാണ് ഇവിടെ വന്ന് വണ്ടി കയറണം? ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞത്
ഈ നിങ്ങളുടെ യാത്രക്കാരൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ എത്ര വർഷമായിട്ട് കണ്ടക്ടർ ജോലി ചെയ്യുന്നത്? ഞാൻ ഒരു 10-12 വർഷമുണ്ട്. യാത്രക്കാരൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ സഹകരണം? യാത്രക്കാരെല്ലാം നമ്മൾ സ്ഥിരം യാത്രക്കാരെല്ലാം നമ്മളോട് സഹകരിക്കും. കാരണം വണ്ടി ഇത്ര ഫാസ്റ്റായിട്ട് പോയാലും അവരൊന്നും പറയുന്നില്ല. കാരണം അവർക്ക് ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ അറിയാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇങ്ങനെയാണ് നമ്മളെന്ന് ഓടുമ്പോഴത്തേക്കും അവർക്ക് നമ്മളായിട്ട് നല്ല രീതിയിലാണ് അവർ സഹകരിക്കുന്നത്. പക്ഷേ പുറത്തുനിന്നുള്ള ഈ വാഹനങ്ങളായിട്ടൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ സാറിന്? അതായത് പുറത്ത് വാഹനങ്ങൾ തമ്മിൽ മറ്റു വാഹനങ്ങൾ ഫ്രണ്ടിൽ കയറി ഓടി അങ്ങനെയൊക്കെ നമ്മളിപ്പം ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. ഈ പ്രൈവറ്റ് ബസ്സിന്റെ ഫ്രണ്ടിൽ കയറി വേറെ വാഹനങ്ങൾ തടസ്സപ്പെടുത്തുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു ഇതൊക്കെ ഇല്ലേ? അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മളിവിടുത്തെ യൂണിയനായിട്ട് ഇടപെട്ടാണ് അത് ഏകദേശം എല്ലാം നല്ല വൃത്തിയായി അവർ പരിഹരിച്ചു തരുന്നുണ്ട്. സ്റ്റേറ്റിന്റെ യൂണിയനോട് ആറ്റിങ്ങിൽ അവരെ നല്ല വൃത്തിയാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത്. ഈ യൂണിയന്റെ ഭാഗത്ത് നിന്ന് സ്വകാര്യ ബസ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പലപ്പോഴും നിങ്ങളുടെ ഈ ഫേസ്ബുക്ക് വഴിയൊക്കെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ? നമ്മൾ ജീവനക്കാർ ഇവിടെ ഇപ്പം മരണപ്പെട്ട 3 ജീവനക്കാരുണ്ട് അകാലത്തിൽ പൊലിഞ്ഞ. അവരുടെ ജീവനക്കാരുടെ കുടുംബത്തിന് അവരുടെ ഭാര്യമാർക്ക് 2 വർഷം കൊണ്ട് 2000 രൂപ വീതം നമ്മൾ പെൻഷനായി നൽകുന്നുണ്ട്. കൂടാതെ ഇവിടെ നമ്മുടെ യൂണിയനുമായിട്ട് ചേർന്ന് പോകുന്ന ഏതൊരു തൊഴിലാളിക്കും അപകടമോ സർജറിയോ മരണമോ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന് വേണ്ട ധനസഹായവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അതിനവർ നമ്മളുമായിട്ട് ചേർന്ന് അവർ 10 രൂപ നമുക്ക് തൊഴിലാളികൾ തരും. ആ പൈസ അവർക്ക് തന്നെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും 3 തൊഴിലാളികളുടെ കുടുംബം പട്ടിണി കൂടാതെ 2000 രൂപ വീതം പെൻഷൻ നമ്മൾ നൽകുകയാണ്. കൂടാതെ ഇപ്പോൾ ആ കുടുംബത്തിന് ഈ വേണ്ട ഓണത്തിന് ആവശ്യമായ സാധനങ്ങളും അവർക്ക് വാങ്ങിക്കൊടുക്കും. മറ്റ് പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ഈ യൂണിയൻ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ആകെ കുറച്ച് സ്ഥലം മാത്രമാണ് ഈ ബസ് സ്റ്റാൻഡിലുള്ളത്. ചെറിയ ഈ സ്ഥലത്ത് 175ഓളം വണ്ടികൾ വന്ന് പോവുകയാണ്. ഈ 175 വണ്ടികളും ഈ യൂണിയൻ്റെ ഇതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകുന്നത്. കാര്യം തൊഴിലാളികളെ സംഘർഷമില്ല, വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാതെ പുറത്ത് പോയിട്ട് സമയത്ത് വരുന്നുണ്ട്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതെ തൊഴിലാളികൾക്ക് ഉണ്ടാവാതെ യൂണിയൻ കരുതലോടെയാണ് നീങ്ങുന്നത്. പലപ്പോഴും ഇവിടെ നമ്മൾ ആറ്റിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് ഇവിടെ യൂണിയൻകാർ ഇവരൊക്കെയാണ് ഈ വാഹനം നിയന്ത്രിക്കുന്നത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു പരിധി വരെയൊക്കെ ഇവിടെ നിയന്ത്രിക്കുന്നത് നമ്മൾ യൂണിയന്റെ ഭാരവാഹികൾ തന്നെയാണ്. വാഹനം ഇതിനകത്ത് തടസ്സമുണ്ടാകാതെ അത് പോലീസ് ഒരു നിർദ്ദേശം തന്നിട്ടുണ്ട്. ഇതിനകത്ത് തടസ്സമുണ്ടാകാത്ത രീതിയിൽ വാഹനങ്ങൾ പോകണം, അത് നിങ്ങളെ സഹായം വേണമെന്ന് പറഞ്ഞ് നമ്മൾ തന്നെ അത് ചെയ്തു പോകുന്നുണ്ട്. പോലീസിന് ആ കാര്യത്തിൽ ഇവിടെ ബുദ്ധിമുട്ടില്ല. പോലീസ് ഇവിടെ വന്ന് വാഹനങ്ങൾ നിയന്ത്രിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. കാര്യം നമ്മൾ തന്നെ അത് നിയന്ത്രിച്ച് വാഹനങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ പുറത്തു പോകുന്നുണ്ട്. പിന്നെ പൊതു ഇടം എന്ന നിലയ്ക്ക് നമ്മൾ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പറയാതെ പോകുന്ന ശരിയില്ലാത്തൊരു കാര്യമുണ്ട്. കാരണം ഈ ഒരു പൊതുസ്ഥലത്ത് ഈ കുറച്ച് വർഷങ്ങളായി തന്നെ പറയാം, ഈ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉണ്ടാകുന്ന സംഘർഷം അത് എങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത്? അത് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഈ സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലൂടെ വലിയ സംഘർഷം ഉണ്ടാകും. ആൺകുട്ടികൾ മാത്രമല്ല, ഇപ്പോൾ പെൺകുട്ടികൾ തമ്മിലൂടെ സംഘർഷമുണ്ട്, പെൺകുട്ടികളും സംഘർഷമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അധികാരികളുടെ ശ്രദ്ധയിൽ, പോലീസിൻ്റെ ശ്രദ്ധയിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അവർ സ്റ്റേഷനിൽ നിന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്ക് അടി കഴിഞ്ഞ് അവർ ഓടിയിരിക്കും. അത് ഒരുപാട് പ്രാവശ്യം പോലീസ് അവരെ പിടിക്കുകയും വേണ്ട താക്കീതുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അത് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. കാര്യം വിദ്യാർത്ഥികൾ തമ്മിലുള്ള വലിയ അടി, ആ അടിച്ച് ബസ്സിൻ്റെ ഫ്രണ്ടിലെങ്ങാനും വന്ന് വീഴുകയാണെങ്കിൽ, ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ അടി കയറുകയാണെങ്കിൽ അതും കാർ ചെയ്ത കുറ്റമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അത് വളരെ കർശനമായിട്ടും ഈ സ്കൂൾ അധികാരികളും കോളേജ് അധികാരികളും പോലീസും അതിന് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ. അത് മാത്രമല്ല, നമ്മളിപ്പം ഈ കുട്ടികളെ ഒരുപക്ഷെ കൂടുതൽ സമയം ഇങ്ങനെ അവരെ ഒറ്റപ്പെട്ട്, അതായത് നിയന്ത്രിക്കാൻ ആളില്ലാതെ നിങ്ങളാണോ കാണുന്നത് ഈ ബസ് സ്റ്റാൻഡിനകത്ത്? കാരണം സ്കൂളിലാണെങ്കിൽ അധ്യാപകർ നിയന്ത്രിക്കും, വീട്ടിലാണെങ്കിൽ നിയന്ത്രിക്കാൻ ആരുമില്ലാതെ, അവർക്ക് മുകളിൽ ആരും ഒരു നിയന്ത്രണമില്ലാതെ വന്ന് ഇറങ്ങുന്ന സ്ഥലമാണ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കളോട് എന്ത് പറയാം? അത് ഈ ഇവിടെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുന്ന കുട്ടികൾ അവർക്ക് സ്കൂൾ ടൈമിന് അവർ സ്കൂളിൽ പോകാറില്ല, അല്ലെങ്കിൽ കോളേജിൽ പോകാറില്ല. ഇവിടെ ക്യാമ്പ് ചെയ്ത് പെൺകുട്ടികളും ആൺകുട്ടികളും ഇതിനകത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ ഇരിക്കുകയോ ചെയ്യും. അല്ലെങ്കിൽ ഏതെങ്കിലും കടകളുടെ മറവിൽ പോയി നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രവണതകളുണ്ട്. ഓരോ വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താവിനോട് ഞാൻ യൂണിയൻ സെക്രട്ടറി എന്നുള്ള നിലയിൽ പറയാനുള്ളത്, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ അവരെ പിറകെ ഒന്ന് വരണം. ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ അവരെ ഒന്ന് നിരീക്ഷിക്കണം. കാര്യം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുമുണ്ട്. ഇപ്പോൾ ഇത് ചാനലിൽ കൂടെ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് സ്വന്തം കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി അവർ എത്ര സമയം കണ്ടെത്തി ഈ ബസ് സ്റ്റാൻഡിൽ അവരെ പിറകെ വന്ന് അവരുടെ ചെയ്തികൾ
എന്തൊക്കെയാണെന്ന് ഒന്ന് നിരീക്ഷിച്ചിട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. കൂടാതെ നമ്മൾ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ, അതായത് ബസ് ജീവനക്കാർക്ക് വേണ്ട ഒരു മരണം ഉണ്ടായാൽ ആരും സഹായിക്കാനില്ല, അത് നമ്മൾ തന്നെ സഹായിക്കും തൊഴിലാളികൾക്ക്. അതുപോലെ തന്നെ ഒരു സർജറി ഒരു തൊഴിലാളിക്ക് വേണ്ടി വന്നാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി പെട്ടെന്നൊരു സഹായം കൊടുക്കാൻ നമുക്കേ പറ്റുള്ളൂ. ബസ് ഓണേഴ്സാ അല്ലെങ്കിൽ മറ്റ് ആരും അതിൽ അവർക്കൊന്നും അങ്ങനെ എല്ലാവരും ഒന്നും കൊടുക്കാറില്ല. പിന്നെ ഇതുപോലെ വേറൊരു കാര്യം ചോദിക്കാൻ പറ്റും, നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഉള്ള ആവശ്യമാണ് ഈ സ്റ്റാർട്ടിങ്ങിൽ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് വേണം. എത്രത്തോളം ഈ പോലീസിന്റെ കഴിഞ്ഞ കൗൺസിലിംഗിൽ പാസ്സായിട്ടുണ്ട്. ഇവിടെ സ്റ്റാൻഡ് അതിലെ പോസ്റ്റ് അതിന്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നു. അല്ല, പോലീസിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ കുട്ടികളുടെ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും പിള്ളേർക്ക് ഇപ്പോഴത്തെ പിള്ളേർ പഴയ കണക്കത്തല്ല, എല്ലാവർക്കും നിയമവശങ്ങളും അറിയാം, എല്ലാ കാര്യങ്ങളും അവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അവർക്ക് ഒരു ബസ് ജീവനക്കാരനെ എങ്ങനെ ടാർഗറ്റ് ചെയ്യണമെന്ന് അവരെ കറക്റ്റ് രീതി അറിയാം. ഒരു വെളിയിലുള്ള ഒരാളെ എങ്ങനെ ടാർഗറ്റ് ചെയ്യണമെന്ന് അവർക്ക് പോലീസ് ഉണ്ടായിട്ട് തന്നെ അവിടെ അടിയാണ്. ഈ പോലീസിന്റെ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ അവർക്കും പരിമിതികളുണ്ട്. ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അവർക്ക് കർശനമായി ഒന്നും പറയാൻ പറ്റത്തില്ല. അവരെ പേർക്ക് കൊണ്ട് കേസ് കൊടുക്കുക. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 2 പെൺകുട്ടികൾ ഇവിടെ എന്താണ് ഉപയോഗിച്ചെന്ന് അറിഞ്ഞൂടാ. അതിലൊരു പെൺകുട്ടി ഇവിടെ കറങ്ങി വീഴാൻ പോയി. ഞാൻ ആ പോലീസിനെ അറിയിച്ച് പോലീസ് ഇവിടെ വനിതാ പോലീസ് ഉൾപ്പെടെ വന്ന് ആ കുട്ടിയെ വിളിച്ചുകൊണ്ടുപോയി, സ്റ്റേഷനിൽ കൊണ്ടുപോയി. കൊണ്ടുപോയി ഇപ്പോഴത്തേക്ക് പിറ്റേന്ന് ആ കുട്ടിയുടെ രക്ഷകർത്താവ് ഇവിടെ വന്ന് നമ്മൾ യൂണിയൻകാർ ആ പെൺകുട്ടിയെ പോലീസിനെ പിടിച്ചേൽപ്പിച്ച് എന്നും പറഞ്ഞ് വലിയ പ്രശ്നമുണ്ടായി. അന്ന് ഇവിടെ ഇരുന്ന DSP പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട. അപ്പം നമ്മൾ പറഞ്ഞ് നമ്മൾ പോലീസിനെ വിളിച്ച് അറിയിക്കുക മാത്രമാണ് ചെയ്തത്. വേണ്ട, നിങ്ങൾ ആ കാര്യം ഇടപെട്ട് പോയാൽ നമുക്കും കൂടെ പ്രശ്നമാണ്. പെൺകുട്ടികൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കത് വലിയ പ്രശ്നമാകും എന്ന് പറഞ്ഞ് അവിടെ വെച്ച് അത് സമാധാനപ്പെടുത്തി. ഇനി നമ്മളെ പറഞ്ഞ് ഇനി ഒരു കാരണവശാലും പെൺകുട്ടികളെ ഇവിടുത്തെ കുട്ടികളെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടത്തില്ല, പോലീസ് നിങ്ങൾ നേരിട്ട്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആ DSP ഓഫീസിൽ നിന്ന് തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞ് അന്ന് ആ പെൺകുട്ടിയുടെ അമ്മയുടെ മുമ്പ് വെച്ച് അങ്ങനെ പറഞ്ഞതാണ്, നിങ്ങൾ എന്തുണ്ടായാലും നമ്മളെ വിളിച്ച് അറിയിക്കണം. അതല്ല ഇതിപ്പോൾ പറയാൻ കാരണം അവരെ പേർക്ക് കേസെടുക്കുന്ന ഒരു സ്ഥിതിയായി. പോലീസിന്റെ പേർക്ക് കേസെടുക്കേണ്ട ഗതികേടിലേക്ക് എത്തുമെന്ന് അവർ തന്നെ പറയും. അതുകൊണ്ടാണ് നമ്മളെ കുറ്റപ്പെടുത്തിയതെന്ന് പറയും. നമ്മൾ ഇടപെടലില്ല. പോലീസിന് യഥാസമയം ഇവിടെ ഉണ്ടാകുന്ന വിഷയങ്ങൾ നമ്മൾ അറിയിക്കാറുണ്ട്. പോലീസ് അതിന് വേണ്ട കരുതൽ എടുക്കാറുണ്ട്. പക്ഷെ അവരിവിടെ ആറ്റിങ്ങന്ന് ഇവിടെ എത്തുമ്പോൾ തന്നെ ആറ്റിങ്ങന്ന് ഇവിടെ വരാൻ പോലീസിന് പോലും 15 മിനിറ്റ് വേണ്ട ഒരു സാഹചര്യം. പൊതുജനങ്ങളുമായിട്ട് ഏറ്റവും ഇടകലർന്ന് സർവീസ് നടത്തുന്ന വിഭാഗമാണ് നിങ്ങൾ. അപ്പം അത് ഇനിയും ഇപ്പം ഈ ഉണ്ടാകുന്ന പ്രതിസന്ധികളൊക്കെ മാറും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇനിയും അതിന് തുടരാം അല്ലേ? ബസ് ജീവനക്കാരുമായിട്ട് ഭൂരിഭാഗം യാത്രക്കാരും നല്ല ഫ്രണ്ട്ലിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് അറിയാന്നുള്ള കുറെ ആൾക്കാരുണ്ട്. ഇത് അറിഞ്ഞുകൂടാത്ത കുറെ ആൾക്കാരുണ്ട്. അവരെപ്പോഴും ബസ് ജീവനക്കാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവർ മാത്രമല്ല, മീഡിയയും മറ്റു വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥരും ഇവരെല്ലാം ബസ് ജീവനക്കാർ എന്തോ അപരാധം ചെയ്യുന്നതാണ്. കാരണം അവർ കാലത്ത് ഇവിടെ ജോലിക്ക് വന്ന് വൈകിട്ട് പോകുന്നു. ഒരു ചെറിയ ശതമാനം ആൾക്കാർ മോശക്കാരായിട്ട് പറയാമെങ്കിലും ഭൂരിഭാഗം ആൾക്കാരും ബസ് ജീവനക്കാരായി ജീവിക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. അവർക്ക് എല്ലാവിധ സപ്പോർട്ടും പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുതന്നെയാണ് സ്വകാര്യ ബസ് ജീവനക്കാർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അവർ ആരെയും കൊല്ലാൻ വേണ്ടി ഇറങ്ങുന്നവരല്ല, ജീവിക്കാൻ വേണ്ടി ഈ വലിയ വാഹനവും കൊണ്ട് ഈ ചെറിയ റോഡിൽ ഇറങ്ങുന്നവരാണ്. എന്തായാലും അവരുടെ പ്രശ്നങ്ങൾ കൂടി നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അധികൃതർ ഇതിനു വേണ്ടിയുള്ള അല്ലെങ്കിൽ ഇവിടെ സർവീസ് നടത്തുന്നതിന്, സ്വസ്ഥമായ സർവീസ് നടത്തുന്നതിന്, സുഗമമായ സർവീസ് നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ കൂടി ഒരുക്കി കൊടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഞാനിവിടെ ചോദിക്കാൻ പൂർത്തിയാകുന്നു. നമസ്കാരം.